സ്വാഗതം. അപ്പോൾ ഇന്ന് ഡൗൺ ടൗണിലുള്ള ഈ ഒരു മനോഹരമായ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. ചെക്കൗട്ട് ചെയ്തിട്ട് അടുത്ത് ഞങ്ങൾ ഷാർജയിലേക്കാണ് പോകുന്നത്. ഷാർജയിലാണ് ചേച്ചിയുടെ വീടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അവിടെ ആയിരിക്കും. അപ്പോൾ അവിടെ പോയ ശേഷം ഇനി നമുക്ക് ദുബായിലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളും അതേപോലെ ദുബായ് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനലിനെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ കൂടുതൽ ഞങ്ങളുടെ ട്രാവൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ കാൾട്ടൺ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. എന്തായാലും ഒരു അടിപൊളി ഹോട്ടൽ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ദുബായിലെ വേറെ കുറേ പ്ലേസസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കാണാം. പോകുന്ന വഴിക്ക് നമുക്ക് ദുബായിൻ്റെ മറ്റൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ഫ്യൂച്ചർ ഓഫ് ദുബായ് മ്യൂസിയം കാണാൻ പറ്റും. ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അറബിക് കാലിഗ്രാഫി കൊണ്ട് ഉണ്ടാക്കിയ ഒരു വളരെ ഭംഗിയുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ദുബായ് മ്യൂസിയത്തിൻ്റേത്. ഇതിൽ വളരെ അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ദുബായ് ഫ്രെയിം കാണാൻ വന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമാണിത്. സോ അത് പോയി കാണാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോവാണ് ഞങ്ങൾ. ദുബായ് ഫ്രെയിമിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഉള്ളിൽ കയറി. ചേച്ചി ഏട്ടനൊക്കെ ഉണ്ട്. ഏട്ടൻ വന്നില്ല, അപ്പോൾ ചേച്ചി ഉണ്ട്. ചേച്ചി ഹായ്. ചേച്ചി ഹലോ. ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറാൻ 52 ദിർഹാംസ് ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. പിന്നെ കിഡ്സിന് 21 സംതിങ് വരുന്നുണ്ട് ടോട്ടലി. അതാണ് അവിടുത്തെ ചാർജസ്. ഉള്ളിൽ പോയി എൻ്റെ കാഴ്ചകളൊക്കെ കാണാം. 150 മീറ്റർ ഹൈറ്റ് ഉള്ള 2 പില്ലർ, അതിൻ്റെ നടുവിലായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. അതാണ് ഈ ഫ്രെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഫ്രെയിമിനുള്ളിൽ ഇത് മാത്രമല്ല, ഇത് കൂടാതെ മറ്റ് പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ടിക്കറ്റ് കൊടുത്ത് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ദുബായ് ഫ്രെയിമിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് ഫാദർ ഓഫ് ദുബായ് ഷെയ്ഖ് റഷീദ് ബിൻ സായിദ് അൽ മുക്തത്തിൻ്റെ ഒരു ഇമേജ് കാണാൻ പറ്റും. ഇദ്ദേഹമാണ് ദുബായിനെ ഇത്രയും വലിയൊരു ഡെവലപ്ഡ് കൺട്രി ആക്കാൻ തന്നെ കാരണം. അദ്ദേഹത്തിൻ്റെ ഡ്രീംസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ് ഇതിനൊക്കെ കാരണം. ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ്. ദുബായിൻ്റെ പഴയ കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഈ മ്യൂസിയത്തിൽ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ദുബായിൻ്റെ പണ്ടുള്ള ട്രേഡിങ് എങ്ങനെയായിരുന്നു, അന്നത്തെ കാലത്ത് എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ. അത് കഴിഞ്ഞ് എത്ര ഡെവലപ്മെൻറ്റ് വന്നു എന്നൊക്കെയാണ് ഈ ഒരു മ്യൂസിയത്തിൽ കാണുന്നത്. ഇവിടെ തന്നെ ഒരുപാട് ഡിസ്പ്ലേസ് ഉണ്ട്. ഇങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഹാൻഡ് സ്വൈപ്പ് കൊണ്ട് നമുക്ക് ഓരോ പിക്ചേഴ്സ് കാണാൻ പറ്റും. അതേപോലെ വിഷ്വൽ ഡിസ്പ്ലേ, കുറേ പ്രൊജക്ടേഴ്സൊക്കെ വെച്ച് ഇവർ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ശരിക്കും ഒരു അടിപൊളി കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു മ്യൂസിയത്തിൽ. നമുക്കൊരു പണ്ടത്തെ അറേബ്യൻ സ്റ്റൈലിലുള്ള ഒരു വില്ലേജ് സ്റ്റൈലിലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ അറേബ്യൻ വീടുകൾ എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റൈലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. പണ്ടത്തെ ആ ഒരു കൺസ്ട്രക്ഷനും അതേപോലെ അവിടെ എന്തൊക്കെ ഇതിൽ ഓരോരോ ഡിസ്പ്ലേസും വെച്ചിട്ടുണ്ടാവും. അന്നത്തെ ട്രേഡിങ് എന്തൊക്കെയായിരുന്നു അതിനെക്കുറിച്ചും ഈ ഹിസ്റ്ററി മുഴുവനായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പണ്ട് എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്തിരുന്ന ഉപകരണങ്ങൾ, അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഇവിടെ നമുക്ക് ദുബായിന്റെ ഒരു ഓൾഡ് മാർക്കറ്റ് പ്ലേസ് പോലെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ മാർക്കറ്റ് പ്ലേസിനെ അവർ സൂക്ക് എന്നാണ് വിളിക്കുക. അപ്പോൾ അവരുടെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സൂക്കിലാണ് അവർ ചെയ്യാറ്. അപ്പോൾ ഇവിടെ ദുബായിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഹാൻഡ്ലൂംസും അതേപോലെ ഇവിടുത്തെ സ്പൈസസും ഒക്കെയാണ് ഇവിടെ അവർ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വ്യൂയിങ് ഏരിയ. അപ്പോൾ വ്യൂയിങ് ഏരിയ എന്ന് നമുക്ക് നല്ലൊരു സിറ്റി ലൈൻ ദുബായിൻ്റെ ഒക്കെ കാണാൻ പറ്റും. നടക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഉണ്ടു നടന്നു. You can see on the right New Dubai and left side is Old Town. We here like we are in the center exploring new old town, and later you will proceed to the other side. We will take elevator to lead you to future zone to watch a vision about the futuristic life in Dubai after 50 years from now. Thank you very much. Thank you. അപ്പോൾ അവർ പറയണത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ന്യൂ ദുബായ് ഒരു സ്കൈ ലൈൻ അതൊക്കെ കാണാൻ പറ്റും. ബുർജ് ഖലീഫ അതിൻ്റെ സ്കൈ ലൈനൊക്കെ ഇനിയൊരു വശത്ത് നമുക്ക് കാണുന്നത് ഓൾഡ് ദുബായിൻ്റെ കാഴ്ചകളാണ്. കരാമ, ബർദുബായ്, ദെയ്റ എന്നുള്ള ഈ സ്ഥലങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ ദുബായ് ഫ്രെയിമിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത്. ഒരു സൈഡിൽ ദുബായിൻ്റെ ന്യൂ ദുബായിൻ്റെ സ്കൈലൈനും ഇനിയൊരു സൈഡിൽ ഓൾഡ് ദുബായുമാണ് നമുക്ക് കാണുക. ഫ്രെയിമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഗ്ലാസ് വാക്ക് വേ. ശരിക്കും ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിലൂടെ നമുക്കിങ്ങനെ നടന്നു പോവാം. അതാണ് ഇവിടുത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും 150 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിലൂടെ നടക്കുക എന്ന് പറഞ്ഞ ഒരു വളരെ വ്യത്യസ്തമായ അനുഭവമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഫ്യൂച്ചർ ഓഫ് ദുബായ് ആണ്. 50 വർഷത്തിന് ശേഷം ദുബായ് എങ്ങനെ ഉണ്ടാവും എന്നാണ് ഇവിടെ അവർ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വഴി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം 50 വർഷത്തിന് ശേഷം ആ ഷെയ്ഖ് സായിദ് റോഡും അതുപോലെ മറ്റ് അട്രാക്ഷൻസൊക്കെ എങ്ങനെയൊക്കെ മോഡിഫൈ ആയിട്ടുണ്ടാവും, എങ്ങനെ ഡെവലപ്പ് ആയിട്ടുണ്ടാവും എന്നാണ് ഇതുവഴി ഒരു ടൈം ട്രാവൽ വഴി നമുക്ക് കാണിക്കുന്നത്. ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഈ ദുബായ് ഫ്രെയിമിലുള്ള ഫ്യൂച്ചർ ഓഫ് ദുബായിൻ്റെ ആ ഒരു മ്യൂസിയം അടിപൊളിയായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും 20 വർഷത്തിന് മുന്നേ ഉണ്ടായിരുന്ന ദുബായും ഇപ്പോഴത്തെ ദുബായും കമ്പയർ ചെയ്ത ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഫ്യൂച്ചറിലും 50 വർഷത്തിന് ശേഷം വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊക്കെ കണ്ടു നോക്കാം. ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു സോനിയർ ഷോപ്പും ഉണ്ട്. ഇങ്ങനെ ഒരു കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവർ നമുക്ക് വരുമ്പോൾ തന്നെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രെയിം ചെയ്തിട്ടോ നമുക്ക് വാങ്ങാൻ പറ്റും. ഇതുപോലത്തെ ചെറിയ ചെറിയ ദുബായ് ഫ്രെയിമിൻ്റെ സോനിയേഴ്സാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ടീഷർട്ട്സ്, കപ്പുകൾ, ദുബായ് ഫ്രെയിം കൺവെർസേഷൻ നമ്മളിപ്പോൾ ഷെയ്ഖ് സായിദ് റോഡിലാണ് ഉള്ളത്. ഒരു ഫേമസ് ആയ ഒരു മാൾ ഷെയ്ഖ് സായിദ് റോഡിലുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലെ മറ്റൊരു വലിയൊരു മോളിലാണ്, IBN Battuta മോൾ. ഇവിടെ ഷെയ്ഖ് സായിദ് റോഡിലുള്ള ഒരു മോളാണിത്. ഇതൊരു വേൾഡ്സ് ലാർജസ്റ്റ് തീംഡ് മോളും കൂടിയാണ്. കാരണം ഇവിടെ 6 കൺട്രീൻ്റെ തീമാണ് അവർ ഈ മോളിൽ ഫുൾ ബേസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു തീംഡ് മോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൺട്രീൻ്റെ അവരവരുടേതായിട്ടുള്ള എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആവട്ടെ, എന്തെങ്കിലും സോവനീഴ്സ് ആവട്ടെ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ശരിക്കും ദുബായ് വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു മോൾ തന്നെയാണത്. അപ്പോൾ നമുക്കിന്നും ഇബൻ ബത്തൂത്ത മോളൊന്ന് മുഴുവൻ പോയി ചുറ്റി കാണാം. മൊറോക്കൻ എക്സ്പ്ലോറർ ആയിട്ടുള്ള ഇബൻ ബത്തൂത്തേൻ്റെ പേരിലാണ് ഈ ഒരു മോളുള്ളത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ചൈനീസ് തീമിലുള്ള മോളിൻ്റെ ആ ഒരു സൈഡിലേക്കാണ്. നമ്മൾ ഇന്ത്യ കോർട്ടിലേക്കാണ് പോകുന്നത്. അൽ ജസാരി ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലിഫൻറ്റ് തീം ചെയ്തിട്ടുള്ള ഒരു ക്ലോക്കാണിത്. ഇതാണ് ഇവിടെ ഇന്ത്യൻ കോർട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യൻ കോർട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ പേർഷ്യൻ കോർട്ടിലേക്ക് പോവാണ്. ഇവിടെയും പേർഷ്യനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായൊരു ഡിസൈനാണ് ഈ കോർട്ടിലുള്ളത്. പേർഷ്യൻ കോർട്ടിൻ്റെ പ്രത്യേകതയും ഇവിടുത്തെ ഒരു ആർമില്ലറി സ്പിയറാണ്. അത് അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു പണ്ടത്തെ ടൈം കണ്ടുപിടിക്കാനുള്ള ഇനിയൊരു സംഭവമാണിത്. നമ്മുടെ സ്റ്റാർസും കോൺസ്റ്റലേഷനൊക്കെ വെച്ച് അവർ ടൈം കണ്ടുപിടിച്ചിരുന്ന ഒരു മെഷീനാണ് ഈ ഒരു ആർമില്ലറി സ്പിയർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈജിപ്ത് കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പണ്ടത്തെ ഈജിപ്ഷ്യൻ പെയിൻറ്റിങ്സും അതിൻ്റെ ലാംഗ്വേജ് അതൊക്കെയാണ് അവിടെ ഉള്ളത്. സൂപ്പറായിട്ടുണ്ടല്ലേ? നമ്മളിപ്പോൾ വേറെ ടുണീഷ്യ കോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. നന്നായിട്ടുണ്ടല്ലേ അഞ്ചോ? നല്ലൊരു ആർക്കിടെക്ചർ, സൂപ്പറായിട്ടുണ്ട്. ആക്ച്വലി ഇതുപോലെ ഒരു മാൾ ഖത്തറിലുണ്ട്, വില്ലേജിയോ മോൾ എന്ന് പറഞ്ഞിട്ട്. അത് ഇതുപോലെ മേലെ സ്കൈ പോലെയൊക്കെ വെച്ചിട്ടുണ്ടാവും. കുറേ റെസ്റ്റോറൻറ്റ്സും അതേപോലെ നന്നായിട്ടുണ്ടല്ലേ? ഇബൻ ബത്തൂത്ത മോളിൽ തന്നെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് കഴിക്കാൻ പോണത്. യക്കിതാത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണിത്. അതിന് പുറത്ത് കാണുന്നതാണിത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. യാക്കിറ്റാറ്റെ റെസ്റ്റോറൻറ്റ് വന്ന് പണ്ടൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് ബേക്കറി ഷോപ്പായിരുന്നു. അതിന് ഇപ്പോൾ ഇവിടെ ഇബൻ ബട്ടൂട്ട മോളിൽ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ മെനു തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ജാപ്പനീസ് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ എന്തായാലും വരണം. ഇവിടെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. സൂഷി, റോൾസ്, റാമൻ നൂഡിൽസ്, റൈസ് ബർഗർ, മോമോസ്, അങ്ങനെ പലതരം ഡിഷസ്. ഇത് മാത്രമല്ല കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജാപ്പനീസ് ഫുഡൊക്കെ നമുക്ക് ഇവിടെ വന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്ന ഡിഷാണിത്. ചിക്കൻ കാറ്റ്സു എന്നാണ് ഇതിൻ്റെ പേര്. ജാപ്പനീസ് സ്റ്റൈലിലുള്ള ഒരു കറി, പിന്നെ അതേപോലെ സ്റ്റീംഡ് റൈസ്, യാക്കിതാത്തെ ഡ്രസ്സിംഗ് ഉള്ളതാണ് ഈ ഒരു ഡിഷ്. അടുത്തതായി നമുക്ക് വന്ന ഡിഷ് ഒരു പ്രത്യേകതരം ഒരു നൂഡിൽസാണ്. ചിക്കൻ യാക്കി സോബ എന്ന് പറഞ്ഞ നൂഡിൽസാണിത്. ഈ സോബ എന്ന് പറഞ്ഞ നൂഡിൽസും പിന്നെ അതിൻ്റെ കൂടെ ചെയ്തിട്ട് ഓണിയൻസ് എല്ലാമായിട്ടുള്ള ഒരു ഡിഷാണിത്. ഇതിൻ്റെ അവർ പ്ലേറ്റ് ചെയ്ത് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ. ഇബൻ ബത്തൂത്തയെ പറ്റിയിട്ടുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇബൻ ബത്തൂത്തയിൽ നമുക്ക് പല കൺട്രീസിൻ്റെ ഡിഫറെൻറ്റ് കൾച്ചർ, അവരുടെ ട്രഡീഷനൊക്കെ കാണാൻ പറ്റി. അതേപോലെ തന്നെ നമുക്ക് ദുബായ് ഫ്രെയിമും ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറക്കാതെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ബർദുബായിൻ്റെ കാഴ്ചകളായിരിക്കും കാണാം. ബർദുബായ് നമ്മുടെ ദുബായിൻ്റെ ഓൾഡ് ദുബായ് എന്ന് പറയും. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് പോയി കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്ട്സ്.